ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. കുറേ നാളിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്നൊരു ട്രാവലിംഗ് വ്ളോഗാണ്. വീഡിയോ ഇടാഞ്ഞതിന് കാരണം എനിക്ക് ചിക്കൻ ബോക്സ് അടിച്ച് കിടക്കായിരുന്നു. അപ്പോൾ ചിക്കൻ ബോക്സ് കഴിഞ്ഞിട്ടിപ്പോൾ 7 ദിവസം ആവുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് പഞ്ചാബിൽ ഇപ്പോൾ ഇറങ്ങൂ എന്നായിരിക്കും ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, ഇത് ഇന്ന് പെട്ടെന്ന്, അതായത് പോകുന്നതിൻ്റെ അന്ന് എടുത്തൊരു ഡിസിഷനാണ്. വിച്ചുവിൻ്റെ ഫ്രണ്ടിനും പഞ്ചാബിൽ അവരുടെ ഒഫീഷ്യൽ കാര്യത്തിന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ വണ്ടിയിലാണ് പോകുന്നത് ഓൾറെഡി. അപ്പോൾ അവരും അങ്ങനെ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് ഫാമിലി ആയിട്ട് അങ്ങ് പോകാം. അന്ന് പോയിട്ട് സ്റ്റേ ചെയ്യാൻ അവിടെ ആർമി ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അപ്പം ഗസ്റ്റ് ഹൗസിൽ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് വരാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒട്ടും മനസ്സിലായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഫിനാൻഷ്യലി ഒട്ടും ഇതില്ല. ഒരു ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ല ഞങ്ങൾക്ക് ഫിനാൻഷ്യലി. അപ്പം അങ്ങനെ ഇരുന്നപ്പം പിന്നെ വിച്ചു പറഞ്ഞു, ശരിയാണ്, നമ്മൾ അവരുടെ വണ്ടിയിലാണ് പോകുന്നത്, അവിടെ ചെന്ന് ഗസ്റ്റ് ഹൗസിൽ നിൽക്കുക, അപ്പം നമുക്ക് അത്രയും ചിലവും കാര്യങ്ങളും ഒന്നും വരത്തില്ലല്ലോ. അപ്പം ഞാനും വിചാരിച്ചു ശരിയാണല്ലോ. അപ്പം നമുക്കെന്നാ പോയാലോ. അപ്പം ഞങ്ങൾ രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പഞ്ചാബ് എത്തിയപ്പോഴാണ്. ഇവിടെ നിന്ന് ഇപ്പം ജമ്മുന്ന് ഭയങ്കര ദൂരമൊന്നുമില്ല പഞ്ചാബിലോട്ട്. അപ്പം രാവിലെ 8 മണിക്ക് ഇറങ്ങി നമ്മൾ 10-11 മണിയായപ്പം എത്തി. അപ്പം ഇവിടെ കണ്ടോ, മുള കൊണ്ട് നിർമ്മിച്ച ഒരു റെസ്റ്റോറൻ്റാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫുഡ് അന്യായം. ഒന്നാമത് പഞ്ചാബിലെ ഫുഡ് എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമാണ്. അപ്പം ഞങ്ങൾ നേരത്തെ പോയപ്പോഴും കഴിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഓയിലി ഫുഡാണ്. നമ്മളെ പോലെ തന്നെ ഭയങ്കര ഓയിലി ഗീ കാര്യങ്ങളൊക്കെ ഒരുപാട് കഴിക്കുന്നതാണ് പഞ്ചാബുകാർ. അവരുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോഴേ നമുക്കറിയാമല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ പഞ്ചാബ് എത്തി. ഈ റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മളിപ്പോ എവിടെ ഇരിക്കുന്ന ലുധിയാന. അപ്പൊ നമ്മള് പഞ്ചാബില് ലുധിയാനയല്ല ഇരിക്കുന്നേ. ഇതിലും പറ, വണ്ടി ഓടിച്ച് പണ്ടാരടങ്ങിയിരിക്കുക. ഇത് കണ്ടോ, എനിക്ക് ചിക്കൻ ബോക്സ് അടിച്ചൊന്ന് മാറിയേ. അപ്പൊ ഇവർക്ക് പഞ്ചാബ് വരെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും കൂടി ഇങ്ങനെ പോയിരുന്നു. വിച്ച് ഓൾറെഡി വണ്ടിയൊക്കെ ഓടിച്ച് ക്ഷീണിച്ചിരിക്കുവാണ് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞത് പനീർ പറാത്തയോ അങ്ങനെ എന്തോ സാധനം കേട്ടോ പറഞ്ഞത്. വൈക ബട്ടറിൻ്റെ ക്യൂബ് കൊണ്ടുകൊണ്ട് അവൾക്ക് വേണമെന്ന് പറഞ്ഞെടുക്കും. എനിക്കറിയാം അവളത് കഴിക്കത്തില്ല. അവൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവൾ കഴിക്കത്തില്ല. അവൾക്ക് പിന്നെ അല്ലാതെ സാൻഡ്വിച്ചോ എന്തോ ഓർഡർ ചെയ്ത് അതും അവൾ കഴിച്ചില്ല. പിന്നെ അല്ലാതെ പ്ലെയിൻ ആയിട്ടൊരു റൊട്ടി വാങ്ങിച്ചിട്ട് അവൾ കഴിക്കാൻ കൊടുത്തത്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഈ പഞ്ചാബിൽ തന്നെയുള്ള സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ, അവർ എന്തിൻ്റെ കൂടെ ഒരു ക്യൂബ് ബട്ടർ തരും. അത് ഫുൾ അവർ കഴിക്കും എന്നുള്ളതാണ്. പിന്നെ വിച്ച് ഓർഡർ ചെയ്തത് പൂരി മസാല അങ്ങനെ എന്തോ ഓർഡർ ചെയ്തത്. വൈകിക്ക് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിട്ട് അതുപോലെ പാക്ക് ചെയ്തെടുക്കണ്ടോന്നും അവളൊന്നും കഴിച്ചില്ല. 2 എണ്ണം അവർക്ക് കൊടുക്കട്ടെ. അത് കഴിഞ്ഞതാ പഞ്ചാബി സ്പെഷ്യൽ ലസ്സി. പഞ്ചാബി വന്ന ആരാ ലസ്സി കുടിക്കാത്ത. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങളുടെ യാത്ര തുടങ്ങി. അവിടെ ആർമി ഗസ്റ്റ് ഹൗസിലോട്ട് പോയി ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തിട്ട് നേരെ ഞങ്ങൾ ആദ്യം പോകാൻ പോകുന്നത് രാം തീർത്ത് മന്ദിറിലാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ വീഡിയോ ഒക്കെ കാണിക്കാം. കാറിൽ പാട്ടിട്ടേക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ വോയിസ് മ്യൂട്ട് ചെയ്തു. കാരണം കോപ്പിറൈറ്റ് പോവല്ലല്ലോ. കോപ്പിറൈറ്റ് ചില പ്രശ്നമൊന്നുമില്ല, എന്നാലും ഞാൻ സമ്മതിക്കില്ല. എൻ്റെ 1-2 വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പം എന്നാലും ഞാനിട്ട പാട്ട് കാരണമല്ല കേട്ടോ, അല്ലാതെ പുറത്തുനിന്ന് എവിടെയെങ്കിലും കേൾക്കുന്ന പാട്ട് കാരണം. അതുകൊണ്ട് ഇത് ഞാൻ കോപ്പിറൈറ്റ് അടിക്കാൻ സമ്മതിക്കില്ല. വെൽക്കം ടു പത്താൻകോട്ട്. പത്താൻകോട്ട് എന്ന് പറയുന്ന ഇത് പറയുന്ന പത്താൻകോട്ട്. അപ്പൊ ഞങ്ങൾ പത്താൻകോട്ടിലെത്തി.
ടോളില്ല, പറ്റാൻകോട്ട് ടോളിലാണ്. ഇവിടെ ടോളില് പൈസ കൊടുക്കണ്ടേ? അയക്കാട് കാണിച്ചാൽ മതിയോ? ഇന്നലെ അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇവിടെ നമുക്ക് ഒരു ടോളിലും പൈസ കൊടുക്കണ്ട, ഐക്കാർഡ് കാണിച്ചാൽ മതി. എന്റെ പൈസ ഉണ്ട്, ഞാൻ ഭഗവാന് വേണ്ടി വെച്ചപ്പോ ഞാൻ കോംപ്ലക്സിൽ പോകാനല്ല കേട്ടോ. ഞങ്ങളങ്ങനെ അമൃത്സറിലെത്തി. അമൃത്സറിൽ ഞങ്ങൾ ആർമിയുടെ ഗസ്റ്റ് ഹൗസിലാട്ടോ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ ആർമി റെസ്റ്റ് ഹൗസിൽ വന്ന് എങ്ങോട്ടാണ് പോണ്ടേന്നൊന്നും അറിയത്തില്ല, നോക്കട്ടെ. लक्ष्मी कमिंग. Oh my God, so sweet. कहाँ चली मैडम, कहाँ चली? और ये मोच वाले अंकल. हेलो मोच वाले अंकल, कुछ बोलेंगे दो शब्द? അപ്പോൾ ഇതാട്ടോ നമ്മുടെ റെസ്റ്റ് റൂം, ഗസ്റ്റ് ഹൗസ് ആർമിയുടെ. അപ്പോൾ അതിൽ ഞങ്ങളുടെ റൂമായിരുന്നു ഇത്. അപ്പോൾ ഞങ്ങളെല്ലാം പിന്നെ രാത്രിയിൽ ഉറങ്ങാൻ നേരം എല്ലാവരും അവരവരുടെ റൂമിൽ പോയുള്ളൂ. അങ്ങനെ പെട്ടെന്ന് നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങി രാം തീർത്ഥ മന്ദിറിൽ പോകാനായിട്ട്. ഇപ്പം എത്ര മണിയായി വെച്ചു? എത്ര മണിയായി? 1 മണി 2 മണി എന്തോ 2:30 ആയി കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വന്നിട്ട് ഇവിടെ ഒരു മന്ദിരമുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് കയറാം കേട്ടോ തൊഴുവാനായിട്ട്. ഇതാണ് ഇവിടുത്തെ ഫ്രണ്ട് ഡോറ് കണ്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ട് പോവാം. അകത്ത് വീഡിയോ റെസ്ട്രിക്റ്റഡ് ആണോ എന്ന് എനിക്കറിയത്തില്ല, എന്തായാലും നോക്കാം.
എന്ത് വലിയ ഡോറാണ് നോക്ക്. ഇവിടുത്തെ ജന്നൽ തന്നെ എന്ത് വലുതാന്ന് നോക്ക്. നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് ഇതിൻ്റെ അകം. അകത്ത് കയറിയപ്പം തന്നെ ഭയങ്കര വലിയൊരു ഹാളാണ്. നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നമുക്ക് ഭയങ്കരമായിട്ട് വലുതായിട്ട് തോന്നുന്ന ഒരു ഹാളും. പിന്നെ മാറ്റിംഗ് ഒക്കെ ചെയ്തേക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. അത് നമുക്ക് ഈ ഗുരുദ്വാരകളിൽ മാത്രം കാണാൻ പറ്റുന്ന രീതിയിലുള്ള മാറ്റിംഗ് ഉണ്ടല്ലോ. ഞാനിപ്പം ജമ്മുവിൽ വന്നതിന് ശേഷമാണ് ഗുരുദ്വാരയിലൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് മെത്തയിൽ ചവിട്ടുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അങ്ങനെ മാറ്റിങ്ങും ഒക്കെ ഫ്ലോറിങ് ഒക്കെ ചെയ്തിട്ടുള്ള ഭയങ്കര രസമാണ് കാണാനും നമുക്ക് ചവിട്ടാനും. അത് ക്ലീൻ ചെയ്യുന്ന തന്നെ എപ്പോഴും ഒരു 24 hours അവരതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ പ്രോസസ്സാണ് അവരുടെ. പിന്നെ മുകളിലത്തെ ലൈറ്റ്, അത് പറയാതിരിക്കാൻ വയ്യ. നല്ല അടിപൊളി ഷൈനിങ് ഉള്ള ലൈറ്റും ഒക്കെ ഇട്ടിട്ട് ആ ഒരു ഏരിയ, ആ റൂമിൻ്റെ ആ ഭാഗം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മുഖം മൊത്തം നല്ല ചിക്കൻ ബോക്സിൻ്റെ പാടുണ്ടല്ലേ. ഇനി ഇതെങ്ങനെ മാറും എന്നൊന്നും അറിയത്തില്ല. എപ്പോഴെങ്കിലും മാറുമായിരിക്കുമല്ലേ. അതിന് കലാമിൻ ലോഷനൊക്കെ അപ്ലൈ ചെയ്തു, പക്ഷെ അങ്ങോട്ട് മാറുന്നില്ല. ഓക്കെ ഗായ്സ്, ഏതൊക്കെയോ വഴിയിലേക്ക് എത്തി. വില്ലേജ് മൊത്തം എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുകയാണ്. ഗൂഗിളെ വഴി തെറ്റിച്ചോ എന്തോ. ഓടി വരുന്നുണ്ടേ, ഓടി വരുന്നുണ്ടേ. വണ്ടി എടുത്തോണ്ട് ഇപ്പൊ പോകുന്നത് അതാരാണ്? പിള്ളേരെ തട്ടിക്കൊണ്ട് പോകുന്നവനൊക്കെ പോകുന്നതാണ്. ഞാനും പറയാം, അപ്പൊ നമ്മള് വാഗ ബോർഡറിലോട്ട് പോവാണ്. പഞ്ചാബ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് അവിടുത്തെ പാടങ്ങളും അവിടുത്തെ ആ മനോഹരമായ കാഴ്ചകളാണ്. അപ്പം ഞങ്ങളും ഒരുപാട് പാടങ്ങൾ കണ്ടു. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ വ്യത്യസ്തമായിട്ട് കണ്ടത്, ഇവിടെ ഇപ്പം നമ്മൾ കൊയ്ത്തെന്ന് പറയുന്നത്, കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന സമയമാണ്. അപ്പോൾ അവർ ഈ പാടം മുഴുവനും തീയിടുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അന്നേരം ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല. തീയിട്ടിട്ട് അതെനിക്ക് തോന്നുന്നു ഇതിനൊരു വളമാണെന്ന്, നമ്മുടെ പാടത്തിനടുത്ത കൃഷിക്ക് ആകുമ്പോഴത്തേക്കൊരു വളമാണെന്ന്. അങ്ങനെ ഞങ്ങൾ വാഗ ബോർഡർ എത്തി, ഇന്ത്യ പാക് ബോർഡർ. അപ്പം നേരത്തെ ഞങ്ങൾ വന്നിട്ടുള്ളപ്പോൾ മുകളിലായിരുന്നത്. ഇപ്രാവശ്യം ഇതറിയാവുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പരിചയക്കാരനുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് VIP പാസ് എടുത്തുകൊണ്ട് നമുക്ക് അകത്ത് കയറിയിട്ട് ഇരിക്കാൻ പറ്റും. ഇവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ലോണിന്റെ പേപ്പറെല്ലാം ഒന്നുമില്ല മാഡം. കടബാധ്യത അല്ലാതെ ഒന്നുമില്ല മാഡം. എന്നെ അവർ നോക്കിയില്ല, എന്നെ കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലായി ദരിദ്രം. ഞങ്ങൾ അന്ന് ഇരുന്നത് അങ്ങ് മേളിലാട്ടോ, ഇരുന്നത് അവിടാണ് കേട്ടോ. ഇന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തോണ്ട് തന്നെ നമുക്ക് ഇവിടെ കണ്ടോ. അപ്പൊ അതാണ് പാകിസ്ഥാൻ. ഞാനൊന്ന് സൂം ചെയ്യാമേ, കണ്ടോ. നമുക്ക് ടിക്കറ്റ് ഇവിടെ ആണേ. അത്യാവശ്യം നല്ല ചൂടുണ്ട്. നല്ല ചൂടെന്ന് പറഞ്ഞാൽ പോരാ, നല്ല ചൂടുണ്ട്. ഞങ്ങൾ അന്നിരുന്നത് അങ്ങ് മുകളിലായിരുന്നു. ഇവിടെ ഇന്ത്യ, അത് പാകിസ്ഥാൻ, അതാണ് ബോർഡർ. നമ്മൾ ടിക്കറ്റ് കാണിക്കുവാണേ. സീറ്റ് എവിടാ നോക്കട്ടെ. ഇച്ചിരി തണുള്ള സ്ഥലമായിരിക്കണേ ഈശ്വര. സൂപ്പറേ, തണുള്ള സ്ഥലമാണ്. എന്തായാലും ഇവിടെ നിന്ന് കാണാൻ പറ്റും. അന്നിരുന്നത് അവിടെ ആണ്. നോർമൽ നമുക്ക് ടിക്കറ്റ് ഇവിടെ ഇരുന്നു. അപ്പോൾ അവിടുത്തെ കാണാൻ പറ്റും, ഇവിടുത്തെ കാണാൻ പറ്റും.
ഇനി അങ്ങ് മ്യൂട്ട് ചെയ്തേക്കാന്ന് വെച്ചു. കാരണം ഇനി അങ്ങോട്ട് കുറേ പാട്ടുകളിട്ട് ലേഡീസിനെ എല്ലാം വിളിക്കും കേട്ടോ. വരുന്ന എല്ലാവരും താഴെ വന്ന് ഡാൻസൊക്കെ കളിക്കാൻ പറയും. കാരണം അപ്പുറത്ത് പാകിസ്ഥാനാണ് കാണുന്നത്. അപ്പം അവരുടെ മാർച്ച് പാസ്റ്റും നമ്മുടെ മാർച്ച് പാസ്റ്റും ഇവിടെ ഡെയിലി, ഒരു ദിവസമല്ല ഡെയിലി നടക്കാറുണ്ട്. ശനിയാഴ്ച ഞായറാഴ്ചയാണ് ഭയങ്കരമായിട്ട് VIPs ഒക്കെ വരുന്നതോ അങ്ങനെ എന്തൊക്കെയോ. ഇന്ന് നോർമൽ ഡേയാ, എന്നിട്ടും ഇവിടുത്തെ ആൾ നോക്കിയേ എത്രമാത്രം ഫുള്ള് ആ മൊത്തം സ്റ്റേഡിയം നിറഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ പകുതിയുടെ പകുതി പോലും ഇല്ല പാകിസ്ഥാൻ്റെ സ്റ്റേഡിയം. അവിടെ ആൾക്കാരും അത്ര കുറവാണ്. ഇപ്പം നമ്മൾ കാണിക്കുന്ന പോലെ അല്ല, ഇതിലും കുറച്ചുകൂടെ ആൾക്കാർ വരും കേട്ടോ. ഇതിലും കുറച്ചുകൂടെ ആൾക്കാർ. അതുകൊണ്ട് അതാണ് പാകിസ്ഥാൻ്റെ ഇന്ത്യയുടെ ബോർഡർ ഗേറ്റ്. ഇതോ അവർ കണ്ടോ അവരുടെ ഫ്ലാഗൊക്കെ പറത്തുന്നു. പിന്നെ ഇനി അവരുടെ രണ്ടുപേരുടെ ഒരേപോലത്തെ മാർച്ച് പാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല. എൻ്റെ ഫോണും ഓൾറെഡി ഓഫ് ആവാറായിരിക്കുന്നു. എനിക്ക് അങ്ങ് വരെ ചെന്ന്, അതായത് റൂം വരെ ചെല്ലണം. അപ്പം ഞാൻ വെച്ച് ഓൾറെഡി എൻ്റെ കയ്യിൽ ഈ പഴയ അന്ന് പോയതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. പിന്നെ മാർച്ച് പാസ്റ്റ് അല്ലേ ഓൾറെഡി നമുക്ക് എല്ലാത്തിലും നോക്കിയാൽ കാണാം. ഞാനിരുന്ന് എൻജോയ് ചെയ്യുന്ന വെച്ചോ അങ്ങനെ ഒരുപാടൊന്നും എടുത്തില്ല. ഇതൊക്കെ കഴിഞ്ഞ് കുറേ മാർച്ച് പാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഇരുന്നിട്ട് ജയ് വിളിക്കണം, പിന്നെ പാട്ടിട്ടേക്കും. അപ്പോൾ എനിക്ക് മ്യൂട്ട് ചെയ്തല്ലേ ഇടാൻ പറ്റത്തുള്ളൂ. ഭാരത് മാതാ കി ജയ് എന്ന് പറയുമ്പോൾ അപ്പോൾ അവരുടെ സ്ലോഗണോ അങ്ങനെയൊക്കെ പറയും. ഭയങ്കര ഒരു ഗൂസ്ബം മൊമെൻ്റ് ആണ് നമ്മൾ വാഗാ ബോർഡറിൽ ചെല്ലുക എന്നുള്ളത് കേട്ടോ. നമ്മുടെ ഇന്ത്യയുടെ സ്റ്റേഡിയം കണ്ടോ എന്ത് നിറഞ്ഞിരിക്കുന്നതെന്ന്. അത് നോർമലൊരു ദിവസമാണ്. നോർമലൊരു ദിവസം തന്നെ ഇത്രയും ഇതാണ് കാണുന്നത്. അപ്പം പറയണ്ടല്ലോ, നമ്മുടെ എന്തെങ്കിലും റിപ്പബ്ലിക് ഡേ ഒക്കെ വരുന്ന സമയത്ത്. ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ, അടുത്ത ദിവസം. ദ വെരി നെക്സ്റ്റ് ഡേ ബ്യൂട്ടിഫുൾ മോർണിംഗ് 4:30 സമയത്താണ് ഞങ്ങൾ വരുന്നത് ഗോൾഡൻ ടെമ്പിൾ കാണാനായിട്ട്. ലൈറ്റിങ്ങോടെ കാണാൻ ഒരു പ്രത്യേക രസം കേട്ടോ. സത്യം ലൈറ്റ് ഇട്ട് എന്ത് രസമുണ്ട്. ഇവിടെ ആൾക്കാരെല്ലാം ഉറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ വന്നാതിയായിരുന്നു. ഞങ്ങൾ രാവിലെ ഗോൾഡൻ ടെമ്പിളിലെത്തി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെയാണ് വന്നത്. അതുകൊണ്ട് എനിക്ക് ലൈറ്റോടെ തന്നെ കാണാൻ പറ്റില്ല. രാവിലെ എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ അല്ല, ഉച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം. ഇപ്പം ഞങ്ങൾ വെളുപ്പിനെയാണ് ഇറങ്ങിയത്. അപ്പം ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഇവിടെയൊക്കെ കരിയായി. ഇത് ഔട്ട് സൈഡാണ് കേട്ടോ. ഇവിടെ കണ്ട എത്ര പേരാണ് രാത്രിയിലേ വന്ന് ഇവിടെ കിടന്നുറങ്ങുന്നതെന്ന്. അകത്ത് ഗോൾഡൻ ടെമ്പിൾ നമുക്ക് കാണാം. എൻ്റെ പൊട്ടൊക്കെ പോയി. ഗുഡ് മോർണിംഗ് വൈഗ. നമുക്ക് ഊരാം ഷൂസ് ഊരാം. ഗുഡ് മോർണിംഗ്. ഇവിടെ വരുമ്പോൾ ഉള്ള ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. കാരണം ഞാൻ രാവിലെ വന്നിട്ടുള്ളത്, നല്ല നേരം വെളുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോഴാട്ടോ കാണുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ഗോൾഡൻ ടെമ്പിളിന് അകത്തേക്ക് കയറാൻ പോവാണ് കേട്ടോ.
ഇവിടെ ലിമിറ്റഡ് ഫോട്ടോസും വീഡിയോസും ഒക്കെ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും എടുക്കാൻ പറ്റത്തില്ല, ഇവിടെ നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം പറ്റുന്നത്ര വീഡിയോസ്, എല്ലാവരും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളും പറ്റുന്നൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ എത്ര ഭംഗിയുണ്ടെന്ന് കാണാൻ. ഒന്നാമത്തെ കാര്യം ആ ലൈറ്റിങ്ങിൽ സത്യം പറഞ്ഞാൽ നേരിട്ട് പോയി കാണണം, വെളുപ്പിനെ തന്നെ പോയി കാണണം. ആർക്കെങ്കിലും ഗോൾഡൻ ടെമ്പിൾ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വെളുപ്പിനെ തന്നെ പോയി കാണണം. കാരണം വെളുപ്പിനെ പോയി കാണുമ്പം നേരം വെളുത്തതിന് ശേഷവും നമുക്ക് കാണാൻ പറ്റും, ലൈറ്റിങ്ങിൽ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞ് പിന്നെ ലൈറ്റൊക്കെ ഓഫായി കഴിഞ്ഞിട്ടാണ് പോയത്. വെച്ചേക്കുന്നത് കേട്ടോ, അത് ക്ലീൻ ചെയ്യുന്നുണ്ടോ വെള്ളം. പതിയെ അങ്ങനെ സൂര്യൻ ഉദിച്ച് നേരം വെളുത്ത് വന്നപ്പോൾ ലൈറ്റെല്ലാം പതിയെ ഓഫായി. ഇവിടെ തീർച്ചയായിട്ടും കാണേണ്ടത് ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ച. പക്ഷേ എനിക്ക് നിങ്ങളെ കാണിക്കാൻ നിർവാഹമില്ല, വീഡിയോ അവിടെ പ്രൊഹിബിറ്റഡാണ്. അപ്പം ഞങ്ങൾ ഉള്ളിൽ പോയി തൊഴുതിട്ട് വരട്ടെ. The most divine and the peaceful place I have ever gone. ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി 8 മണിയൊക്കെ ആയി, 8:30 അപ്പോൾ ഇത് ഇവിടുത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിട്ട് റിംഗ്ല പഞ്ചാബ് എന്ന് പറയുന്ന ഷോപ്പിംഗ് കോംപ്ലക്സാണ്. അവിടെ ഞങ്ങൾ പിന്നെ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. ഷോപ്പിംഗ് പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഇല്ല, ചുമ്മാ ഇങ്ങനെ നോക്കി പോകാമെന്ന് കരുതി എന്തൊക്കെയുണ്ട് എന്നൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതുപോലെ പാകിസ്ഥാനി കുർത്തിയൊക്കെ വാങ്ങിച്ചായിരുന്നു. ഇവിടെ പാകിസ്ഥാനി കുർത്തിയും കാര്യങ്ങളും ഒക്കെ കിട്ടും, ദുപ്പട്ട ഒക്കെ കിട്ടും. साइज का है कौन सा लेना उधर है അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഗലിയിൽ വന്നേനെ. വൈക ഈ റൂട്ട് അല്ല ഉദർ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡൊക്കെ നോക്കാൻ വന്നതാണ്. വിച്ചു ലസ്സി കുടിക്കാൻ വന്നതാ. ലസ്സിയാ തൈര നോക്കട്ടെ ഞാൻ. एक और ग्लास കൂടുതലും ചായ കുടിക്കും. അങ്ങ് ചായ കുടിക്കാൻ പോയി. അവിടെ ചായ കുടിക്കാൻ പോയി. ചായ പിന്നെ ഒരു വികാരമില്ല എല്ലാവർക്കും. ഇവിടെ വന്നാൽ ലസ്സി കുടിക്കണം അല്ലേ? പഞ്ചാബിൽ എന്നാൽ ലസ്സി കുടിക്കാതെ എന്ത്? അവരെല്ലാം ചായ കുടിക്കാൻ പോയി, ഞങ്ങൾ ലസ്സി കുടിക്കാൻ പോയി. എണ്ണത്തിന് എത്ര? ഒരു ലസ്സിക്ക് എത്ര എവിടെ വെച്ചു? ഒരു ലസ്സിക്ക് എത്ര? 50 രൂപ. പുള്ളിക്കാരിക്ക് ലസ്സി ഒന്നും വേണ്ട. എന്ത് കുടിക്കുന്നേ? മാംഗോ ജ്യൂസ്. പഞ്ചാബ് ഏത് പഞ്ചാബികളുടെ കയ്യിൽ നോക്കിയാലും കാണില്ലേ ഇടിവള. ഇവിടെ ആണത് അതിൻ്റെ ഒറിജിനൽ സാധനം കിട്ടുന്നത്. കണ്ടോ, ബീച്ചിൻ്റെ കയ്യിൽ നേരത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് ഒരുപാട് വർഷമായിട്ട് കയ്യിൽ കിടന്നേ, പക്ഷെ അതങ്ങ് മിസ്സായിപ്പോയി. അങ്ങനെ നോക്കട്ടെ.
ഇത് കൊള്ളാടെ, നല്ല ഇയാടെ ഇരുന്ന സാധനം തന്നെ കൊള്ളാതെ. സൂട്ട് കെ ദുക്കാൻ പിന്നെ ഇവിടെ ഏത് ഷോപ്പിൽ നോക്കിയാലും കാണാൻ ഈ വാള്, എവിടെ നോക്കിയാലും കാണാം, എല്ലാവരുടെ കയ്യിലും കാണാൻ ചെറുതായി. ഞങ്ങൾ അവിടെ നിന്ന് ഒരേപോലെയുള്ള ചെരുപ്പ് വാങ്ങിച്ചോട്ടോ, നല്ല അടിപൊളി റേറ്റിന് 300 രൂപയ്ക്ക്. അവൾ പിന്നെ അവിടുത്തെ എല്ലാ കടയിലും കയറി പഞ്ചാബി സ്യൂട്ടും പാകിസ്ഥാനി സ്യൂട്ടും ദുപ്പട്ടയൊക്കെ കിട്ടുന്ന ഷോപ്പുണ്ട്. നമ്മുടെ ഗോൾഡൻ ടെമ്പിളും ജാലിയൻ വാലാ ബാഗും എല്ലാം അടുത്തടുത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഒരു ഏരിയ തന്നെ ഇങ്ങനെ ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ ഉണ്ട്. നല്ല മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ കയറി അവൾ കുറച്ച് സ്യൂട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞാൻ കുറച്ച് കമ്മൽ, എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളോട് ഭയങ്കര അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങൾ അവിടെ എല്ലാം കണ്ടോ എന്തുമാത്രം ഷോപ്പുണ്ടെന്ന്. എല്ലാത്തിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. പിന്നെ ഒരുപാട് ഷോപ്പുണ്ട്, ഒത്തിരി നടക്കാനുണ്ട്. ഇവിടുന്ന് അങ്ങേയറ്റം വരെ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് നമ്മുടെ ജാലിയൻ വാലാ ബാഗ്. അപ്പോൾ അവിടെ ഞങ്ങൾ അകത്ത് കയറിയില്ല, ഇവരകത്ത് കയറി കണ്ടു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കയറി കണ്ടതായതുകൊണ്ട് പിന്നെ പോകാൻ തോന്നിയില്ല. ഞങ്ങൾ പിന്നെ അവിടെയൊക്കെ പോയി മാംഗോ ജ്യൂസൊക്കെ കുടിച്ച് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അപ്പൊ ഇത് റൊട്ടി, ഇതിന്റെ പേര് അവർ ഇത് മിക്സ് വെജ്, പിന്നെ ദാൽ മഖ്നി, റൈത്ത, ചാവൽ അരി, പിന്നെ അച്ചാറും ഉണ്ട് കേട്ടോ. അപ്പൊ അമൃത്സറിലെ ലഞ്ചാണ്. അങ്ങനെ അമൃത്സറിലെ സ്പെഷ്യൽ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് ഇറങ്ങി. അങ്ങനെ 2 ദിവസം കൊണ്ട് പഞ്ചാബ് മുഴുവൻ കറങ്ങി. ചിക്കൻ ബോക്സ് ഒക്കെ മാറിക്കിടന്ന് അടിച്ച് ഒന്ന് മാറി വന്ന ഞാൻ പഞ്ചാബ് മൊത്തം കറങ്ങി. പക്ഷേ എനിക്ക് ശാരീരികമായിട്ട് അത്ര വയ്യായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് നാളിങ്ങനെ ബെഡ് റെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഇറങ്ങിയതല്ലേ, അതുകൊണ്ട് എൻ്റെ മുഖത്തൊക്കെ നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ അവൾ എനിക്ക് പുട്ടിയൊക്കെ ഇട്ട് എൻ്റെ മുഖത്തെ ആ ചിക്കൻ ബോക്സിൻ്റെ പാടൊക്കെ കുറച്ചൊന്ന് മറച്ചൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും കാണാനൊക്കെ പറ്റും. അതാ ഞാനിങ്ങനെ നോക്കുന്നത് എവിടെയൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് ജമ്മുവിലേക്ക് പോവുകയാണ്. ഓൺ ദ വേ ടു ജമ്മു. അപ്പോൾ ഇനി 4 മണിക്കൂർ എടുക്കും അവിടെ എത്താനായിട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങിക്കാൻ ഇറങ്ങിയതാണ്. കാരണം തിരിച്ച് ചെല്ലുമ്പോഴത്തേക്ക് നല്ല ഇരുട്ടും പിന്നെ കടയൊന്നും തുറന്ന് കാണത്തില്ല. അപ്പം ഇവിടെ നിന്ന് ഇറങ്ങി പച്ചക്കറിയും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിക്കൊണ്ട് പോകാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് അങ്ങനെ ജമ്മുവിലേക്ക് പോയത്. അങ്ങനെ ഞങ്ങളുടെ പെട്ടെന്നെടുത്ത ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് ഞങ്ങളങ്ങനെ പഞ്ചാബി വന്നു. കുറേ സ്ഥലങ്ങൾ കറങ്ങി. അന്ന് ആദ്യം വന്നതിനേക്കാളും കുറച്ച് സ്ഥലങ്ങൾ, രാം മന്ദിരമൊക്കെ ആദ്യമായിട്ട് പോകട്ടോ, കറങ്ങി ഒരുപാട് സന്തോഷത്തോടു കൂടി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും ലെങ്തി വീഡിയോ ഒക്കെ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതൊക്കെ എനിക്ക് ഒരു ഓർമ്മയായിട്ട് ഇങ്ങനെ കിടക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തൊക്കെ. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ.